പാസ്റ്റർ കെ.വി. തോമസ് IPCയിലെ തട്ടിപ്പുകൾ ഇപ്പോൾ വെളിപ്പെടുത്തിയത് എന്തിന്? ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന IPCയിൽ കഴിഞ്ഞ 42 കൊല്ലം ശുശ്രൂഷകനായി തുടരുന്ന നിലവിൽ IPCയുടെ നോർത്ത് പറവൂർ ഏരിയ കൺവീനറുമായ പാസ്റ്റർ കെ.വി. തോമസ് ആ പ്രസ്ഥാനത്തിലെ ചില തട്ടിപ്പുകൾ വെളിപ്പെടുത്തുന്ന ഒരു പരമ്പര പാസ്റ്റർ കെ.വി. തോമസിന്റെ വെളിപ്പെടുത്തലുകൾ എന്ന പേരിൽ ഇക്കഴിഞ്ഞ മെയ് മാസം 4 എപ്പിസോഡുകളായി ITV ന്യൂസ് നൽകിയിരുന്നു. ബഹുഭൂരിപക്ഷം IPC വിശ്വാസികൾ ഉൾപ്പെടെയുള്ള പെന്തക്കോസ്ത് വിശ്വാസികൾ പാസ്റ്റർ കെ.വി. തോമസ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ്, ഞങ്ങൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് പാസ്റ്റർ കെ.വി. തോമസ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഭയമാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുവാൻ എന്ന് ഞങ്ങളെ വിളിച്ചറിയിക്കുകയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ചെറിയൊരു വിഭാഗം പാസ്റ്ററുടെ വാദത്തെ എതിർക്കുകയുണ്ടായി. അവരുടെ ചോദ്യം ഇതായിരുന്നു: 42 കൊല്ലം കഴിഞ്ഞപ്പോഴായിരുന്നു പാസ്റ്റർക്ക് ഇതൊരു തട്ടിപ്പ് പ്രസ്ഥാനമാണെന്ന് തോന്നിയത്. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഉദ്ദേശിച്ച സ്ഥാനമാനങ്ങൾ സാമ്പത്തിക നേട്ടം കിട്ടാത്തത് കൊണ്ടാണോ ഇപ്രകാരം ഒരു വിമർശനം ഇപ്പോൾ നടത്തിയത്? ഈ പ്രസ്ഥാനം കൊണ്ട് സമ്പത്തെല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വിമർശിക്കുന്നത് ശരിയാണോ എന്നൊക്കെയായിരുന്നു അവരുടെ ചോദ്യം. ചെറിയൊരു ശതമാനം ആളുകളാണ് ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിച്ചത് എങ്കിലും അതിനൊരു വ്യക്തത വരുത്തേണ്ടുന്നത് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതിനൊരു വ്യക്തമായ വിശദീകരണം നൽകണം എന്ന് ഞങ്ങൾ പാസ്റ്റർ കെ.വി. തോമസിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തി വ്യക്തമായ വിശദീകരണം നൽകാം എന്ന് അറിയിക്കുകയും ചെയ്തു. പാസ്റ്റർ ഇപ്പോൾ ഞങ്ങളോടൊപ്പമുണ്ട്. പാസ്റ്റർ കെ.വി. തോമസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പാസ്റ്റർ കെ.വി. തോമസ്, താങ്കളും ആ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. താങ്കൾ ആഗ്രഹിച്ച പദവികളും ഉദ്ദേശിച്ച സമ്പത്തും ഉണ്ടാക്കുവാൻ സാധിക്കാത്ത വന്നതിൻ്റെ ഫ്രസ്ട്രേഷനാണോ ഇപ്രകാരം ഒരു വെളിപ്പെടുത്തൽ നടത്തുവാൻ താങ്കളെ പ്രേരിപ്പിച്ച ഘടകം? ഞാൻ IPCയുടെ വിശ്വാസ പ്രമാണത്തിനോ ഭരണഘടനയ്ക്കോ വിരോധമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. IPCയുടെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയിട്ടില്ല. ഇപ്പം നടക്കുന്ന ഈ അഴിമതികൾ, ജനങ്ങളെ വഞ്ചിക്കുന്ന രീതികളുടെ ആ തെറ്റായ രീതിയെ ഞാൻ എതിർത്താണ് സംസാരിച്ചത്. ഞാൻ ആദ്യകാലത്ത് വിശ്വാസത്തിൽ വരുമ്പോൾ അന്ന് ആ ദൈവദാസന്മാരും അന്നത്തെ ആരാധനയെല്ലാം ഒരു സ്വർഗീയമായ സന്തോഷത്തിലായിരുന്നു. ആ അനുഭവം ഒന്നും ഇന്നില്ല. അപ്പോൾ ആ അനുഭവത്തിലായിരുന്ന എനിക്ക് ഇന്നതില്ലാത്തത് കൊണ്ട് വളരെ ദുഃഖമുണ്ട്. കാരണം ഞാൻ അന്ന് വിശ്വസിച്ചത് മറ്റ് സഭകളിൽ നിന്ന് ഈ പെന്തക്കോസ്തിൽ വന്നിട്ട് എല്ലാവരും IPC തന്നെ വന്നെങ്കിൽ സ്വർഗത്തിൽ പോകുള്ളൂ എന്നുള്ളൊരു വിശ്വാസമായി പോയി എനിക്ക്. അതിൻ്റെ ഫലമായി എൻ്റെ 30 സെൻറ്റ് വസ്തു ഞാൻ വിറ്റ് സുവിശേഷം അറിയിച്ചു. എൻ്റെ 2 ഏക്കർ സ്ഥലത്ത് നിന്ന തടികൾ മുഴുവനും വിറ്റ് ഞാൻ സുവിശേഷം അറിയിച്ചു. IPCയിലെ അന്നത്തെ അറിയപ്പെടുന്ന സകല നേതാക്കന്മാരും ഇന്നത്തെ നേതാക്കന്മാരിൽ KC തോമസ്, ബാബു ചെറിയാൻ, സണ്ണി കുര്യൻ എന്നിവരൊക്കെ വിളിച്ചുകൊണ്ട് പ്രസംഗിപ്പിക്കുകയും സൽക്കരിക്കുകയും അവർക്ക് അതിൻ്റെതായ മാന്യമായ യാത്രയും നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വിശ്വാസമായിരുന്നു എൻ്റേത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് വന്നപ്പോൾ ആ വിശ്വാസത്തിൽ എനിക്ക് ആ നിലയിൽ ഒരു മാറ്റം വന്നതുകൊണ്ടാണ് അത് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം അത് ഇന്ന് ഞങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ആ ഒരു ദൈവദാസന്മാരാണ് സണ്ണി കുര്യൻ, പാസ്റ്റർ KN ജോസഫ്, ബാബു ചെറിയാൻ. അവര് ഈ കള്ളത്തൻ സണ്ണി കുര്യനെ കുമ്പനാട്ടിട്ട് മുൾക്കത്തിട്ട് പൂട്ടി അവരെ കള്ളം പെരുങ്കള്ള എന്ന് വിളിച്ചു. ബാബു ചെറിയാൻ ചൂടാവാല കൗടാവാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർക്കമ്പാമ്പിന്റെ വിഷം ഇറങ്ങുന്ന പ്രശ്നം. ഇതെല്ലാം 100% കള്ളത്തരമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതായത് ഇവരുടെ ഈ തട്ടിപ്പുകൾ, അതായത് ഈ പാവപ്പെട്ട വിശ്വാസി സമൂഹത്തെ ഇവർ ചൂഷണം ചെയ്യുന്നത് കണ്ട് സഹികെട്ടാണ് താങ്കൾ ഇപ്പോൾ ഇതുപോലെ പറയുന്നത്. കാരണം ഈ ചൂടാവാല പറഞ്ഞാൽ മൂർക്കമ്പാമ്പിന്റെ വിഷമൊന്നും ഇറങ്ങിപ്പോവുകയല്ല, നീർക്കോലിന്റെ വിഷം ഇറക്കാൻ പറ്റും. അത് തന്നെയല്ല, അത് അന്യഭാഷയല്ല, അത് അവനുണ്ടാക്കിയെടുത്ത ഭാഷയാണ്. അവനും കാവാലവും പറയുന്നത് അവരുണ്ടാക്കിയെടുത്ത ഭാഷയാണ്. ആ ഭാഷ അന്യഭാഷയല്ല എന്ന് അവരൊരു നുണ ടെസ്റ്റ് നടത്തിയാൽ അത് മനസ്സിലാകും. അതിന് ഞാൻ വേണമെങ്കിൽ 1 ലക്ഷം രൂപ ബെറ്റ് വയ്ക്കാം. കാരണം ഈ ബാബു ചെറിയാൻ പറയുന്നത് കർത്താവ് കൊടുക്കുന്ന അന്യഭാഷയല്ല, അനീഷ് കാവാലം പറയുന്നത് കർത്താവ് കൊടുക്കുന്നത് അന്യഭാഷയല്ല, സണ്ണി കുര്യൻ കള്ളനാണെന്ന് ഏതായിരുന്നാലും IPC മുഴുവനും പാട്ടാണല്ലോ. അപ്പൊ അത് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് അവർ വിധേയപ്പെടും. ഞാൻ പറയുന്ന എന്തൊക്കെ എന്നെയും ബാബു ചെറിയാനെയും ആ അനീഷ് കാവാലത്തെ നുണ ടെസ്റ്റിന് വിധേയമാക്കാം. ബ്രെയിൻ മാപ്പ്, പോളിഗ്രാഫ് ടെസ്റ്റ്, അങ്ങനെ വിവിധ നോട്ടസുണ്ട്. ആ ടെസ്റ്റ് നടത്തിയാൽ കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള അത്തരം ടെസ്റ്റുകൾക്ക് പോയില്ലെങ്കിൽ തന്നെയും സാമാന്യ ബോധമുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ വായിക്കുന്ന സാമാന്യ ജ്ഞാനമുള്ള ഏതൊരു ജനങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കും ഇതെല്ലാം ശുദ്ധ തട്ടിപ്പാണ്, ഇവരിൽ ആവസിക്കുന്നത് പരിശുദ്ധാത്മാ ശക്തിയല്ല, ഇതെല്ലാം ഒരു പൈശാചിക ശക്തികളുടെ പ്രേരണ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്നേരം നമ്മൾ
ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ IPC പ്രസ്ഥാനത്തിൽ വന്ന ശേഷം താങ്കൾ ഈ പ്രസ്ഥാനത്തിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പാസ്റ്റർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സമ്പത്തുകൾ ഉണ്ടാക്കിയിട്ടില്ല. ഉള്ള സ്വത്തുക്കൾ വിറ്റ് ഈ സുശേഷ പ്രവർത്തനം നടത്തിയിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആരോപണത്തിൽ യാതൊരു കഴമ്പവുമില്ല. ഞാന് പെരുമ്പാവൂരിനപ്പുറം മുരുപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ പ്രവർത്തനപരമായ ഒരു സഭയുണ്ട്. പെരുമ്പാവൂർ IPC ടൗൺ സഭ ഞാനാണ് സ്ഥാപിച്ചത്. സഭ വളർന്നു വന്നപ്പോൾ KN ജോസഫ് തണ്ണിക്കുരും ഭാവത്തിനും ബുദ്ധിപൂരി ചോദിച്ച് എന്നെ പുറത്തിയടിച്ചു കളഞ്ഞു. ആ സഭയിലെ വിശ്വാസികളോട് ചോദിച്ചാൽ പറയും ഞാനാണ് അവിടെ പ്രവർത്തിച്ചത്. ഞങ്ങളുടെ കോരഞ്ഞിലുള്ള മാങ്ങാട്ടൂർ സഭയുടെ ആരംഭ പ്രവർത്തകൻ ഞാനാണ് അവിടെ പ്രവർത്തിച്ചത്. അങ്ങനെ ഞാറക്കൽ, അതായത് വൈപ്പിന്റെ സഭ ഞാനാണ് സ്ഥാപിച്ചത്. പറവൂർ ഇപ്പം ഞാൻ കൊണ്ടുപോകുന്ന സഭയും ഞാനാണ് സ്ഥാപിച്ചത്. എൻ്റെ വിശ്വാസത്തിലൊരു കുറവോ ഇതൊന്നുമില്ല. അപ്പൊ ഈ കള്ളത്തരം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ, ബാബു ചെറിയനാ കാണിച്ചത് വെറും കള്ളത്തരും, ആയിരക്കണക്കിന് ജനങ്ങൾ അത് ആകർഷിച്ചുകൊണ്ടിരിക്കുക, പാവങ്ങൾ. അപ്പൊ ആ സത്യം ഒന്ന് പറഞ്ഞ് അവരൊന്ന് മനസ്സിലാക്കിക്കോളാം. ബാബു ബാബു ചെറിയാന്ന് പറഞ്ഞാൽ അവൻ വെറും കള്ളനാണ്. അത് യാതൊരു ആത്മീയനത്തിൻ്റെ പരിശുദ്ധന്മാർ. അനീഷ് കാവാനും വെറും കള്ളനാണ്. അവൻ ആ പറയുന്ന ഒരു തട്ടിപ്പാണ്. അത് അന്യഭാഷയല്ലത്. അത് വേദോസം പരിശോധിച്ച് നോക്കാൻ നമുക്ക് 100% മനസ്സിലാക്കാൻ സാധിക്കും. സണ്ണിപൂര്യം കാണിച്ചു നടക്കുന്നത് വ്യാജമാണ്. അവൻ ആ വാക്കുകളിലൊന്നും ഒരു ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ കോടീശ്വരന്മാരാകില്ല. എനിക്ക് കോടീശ്വരനാകാത്ത കൊതി കൊണ്ടല്ല, എനിക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട്, എനിക്ക് ആവശ്യമായ പണമുണ്ട്, എനിക്ക് വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിന്റെ മോഹഭംഗം കൊണ്ടോ ഉദ്ദേശിച്ച പോലെ സാമ്പത്തികം ഉണ്ടാക്കാത്തതിന്റെ വിഷമം കൊണ്ടോ ഒന്നുമല്ല. ഇവന്മാരുടെ ഈ നീതികേട് വിശ്വാസികളെ വഞ്ചിക്കുന്ന വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പ്രതികരിച്ചു പോയതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വിശദീകരിക്കാൻ പറ്റുമോ? അതായത് നമ്മൾ തുടങ്ങിയ കാലത്ത് ഏതാണ്ട് ഒരു 42 കൊല്ലത്തിന് മുമ്പ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ച ഘടകം, അന്നത്തെ ഒരു വിശ്വാസവും ഇന്നത്തെ ഇവരുടെ ഈ ഒരു വിശ്വാസവും തമ്മിലൊരു താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്ന് ചുരുക്കി എന്ന് പറയാമോ? അന്ന് ഞാൻ വിശ്വാസം വാളകം IP സഭയിലാണ് വരുന്നത്. അന്ന് പാസ്റ്റർ KK തിരിയാച്ചനാണ് അവിടെ ശുശ്രൂഷ, സെന്റർ നെറ്റ്വർക്ക് സഭയിൽ. ഞങ്ങൾ സ്വർഗത്തിൽ വന്നിരിക്കുന്ന പോലെയാണ് അവിടെ വന്നിരുന്ന ആരാധന കഴിഞ്ഞാൽ കർത്തൃമേശം കഴിഞ്ഞ് പോകുന്നത്. അന്ന് വരുമ്പോൾ തന്നെ അരമണിക്കൂർ മുമ്പ് ഒന്ന് എല്ലാവരുമായിട്ട് കണ്ട് സംസാരിച്ച് സ്നേഹമായിട്ട് കൂടി പ്രാർത്ഥന കഴിഞ്ഞ് അരമണിക്കൂർ സംസാരിച്ച് പിരിഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഒരു സ്വർഗീയമായ സന്തോഷം. അത് KK തിരാജൻ പോയി, പിന്നെ KN ജോസഫ്, സണ്ണി കുര്യൻ, ബാബുച്ചൻ ഇവരുടെ സാന്നിധ്യം അവിടെ വന്നപ്പോൾ അത് ഗ്രൂപ്പായി, പിന്നെ ഗ്രൂപ്പ് കളിയായി. പിന്നെ അതെന്ന് വെച്ചാൽ KN ജോസഫിന്റെയും സണ്ണിക്കുര്യന്റെയും ബാബുച്ചനും ശൈലം നിനക്ക് വേണമെങ്കിൽ IPC നിന്നാൽ മതി, ഇനി പൊക്കോ, അല്ലെങ്കിൽ നിന്നെ കളയും എന്ന് IPC എന്ന് പ്രസ്ഥാനം ഇവരുടെ തറവാട്ടുവകയാണെന്നുള്ള പാപത്തിലാണ് ഇവർ ആ സെന്ററിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവരോട് യോജിച്ചുകൊണ്ട് നിൽക്കുന്നവരും പലരും പേടിച്ചിട്ട് ഇവരുടെ കൂടെ നിൽക്കുന്നു. കാരണം സമുദായം വിട്ടു പോകുന്നു. അപ്പൊ ഇവരുടെ ഭാവിയെ വേറെ ആരാധനയ്ക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പേടിച്ച് നിൽക്കുന്നു. ഇങ്ങനെ എല്ലാ സെന്റർ പാസ്റ്റർമാരും ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാൽ അവിടെ ഈ KN ജോസഫ് അങ്ങനെയായിരുന്നു. ഈ സണ്ണി കുര്യനും ബാബു ചെറിയനും ഇങ്ങനെ അടിമ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത് പെന്തക്കോ സഭ ഒരു ക്രിസ്തീയ സഭയാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ 42 കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന് ഈ സണ്ണി കുര്യനോ ബാബു ചെറിയാനോ ഈ അനീഷ് കാവാനോ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റിയില്ല. അതുപോലെ ഇവര് അവകാശപ്പെടുന്നത് ഈ IPC പ്രസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെയേറെ സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലുമുള്ള ഉയർച്ച പ്രാപിക്കും, വെച്ചടി കയറ്റമായിരിക്കും എന്നെല്ലാം പറയുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനങ്ങളിൽ വന്നവർക്ക് പുരോഗതിയാണോ അതോ അധോഗതിയാണോ ഉണ്ടാകുന്നത്? സെന്റ് ആൽബർട്ട് സ്കൂളിലെ അഡ്രസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഹെഡ് മാസ്റ്റർ ആയിരുന്നവർ സാറ് കുടുംബമായി IPCയിലേക്ക് വന്നു. IPCക്ക് 5 10 സെന്റ് സ്ഥലം കൊടുത്ത് ഒരു സഭാ ഹോൾ പണിത്, പാസ്റ്റർ കിടക്കാനുള്ള ഒരു ഹോളും പണിത് 5 സെന്റ് സ്ഥലം ചവക്കൊട്ടയും മേടിച്ചു. അപ്പൊ സാധാരണക്കാർ പിരിവെടുക്കാതെ അയാളുടെ സ്വന്തം പൈസ കൊണ്ടാണ് സഭാ ഹോള്, പാഷനേജ്, ചവക്കൊട്ടം മേടിച്ചു കൊടുത്തത്. അയാളും കുടുംബം വിശ്വാസത്തിൽ കിടന്നു. അയാളുടെ അവസ്ഥ, അയാളുടെ കിഡ്നി പോയി 12 കൊല്ലം ഡയാലിസിസ് ആയിട്ട് ചെയ്തിട്ട് അയാൾ വളരെ അബോധാവസ്ഥയിൽ കിടന്നാണ് മരിച്ചത്. അയാളുടെ ഭാര്യ ആയുർവേദ ഡോക്ടറാണ്. ചുമ്മാ മലന്ന് കിടക്കും, ചത്തോന്നറിയാൻ പാടില്ല. മൂക്കിൽ കൂടിയാണ് ആഹാരം എല്ലാം ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അയാളുടെ ഒരു മകളെ വിവാഹം കഴിച്ചിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് അവർ വീട്ടിൽ വന്ന് കിടക്കുന്നു. 10-40 വയസ്സുള്ള പെണ്ണ് കാരണം കല്യാണം കഴിക്കാൻ നിൽക്കുന്നു. IPC വന്ന് അനുഗ്രഹം പ്രാപിക്കും. ഇങ്ങനെ അനുഗ്രഹം പ്രാപിക്കോ? ഇങ്ങനെ ഞാൻ IPCക്ക് സ്ഥലം കൊടുത്ത ഒരു 10-15 കുടുംബത്തിന്റെ ഇങ്ങനത്തെ അവസ്ഥ പറയാം. അതെല്ലാം പറയാൻ നേരമില്ലല്ലോ. ഇതാണ് IPCയിൽ വന്നാലത്തെ അവസ്ഥ. അതുപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു യാക്കോബ സഭയിൽ നിന്നും ഓർത്തഡോക്സ് സഭയിൽ നിന്നും കത്തോലിക്ക സഭയിൽ നിന്നും ഒക്കെ ധാരാളം പേർ, ആയിരക്കണക്കിന് പേർ ഈ IPC പ്രസ്ഥാനങ്ങളിലേക്കും പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലേക്കും വന്നിട്ടുണ്ട്. ഇന്ന്
അവരുടെ അവസ്ഥയും ഏതാണ്ട് ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷേ പുറത്തു പറയാൻ പറ്റത്തില്ല, തിരിച്ചു പോകാൻ മാർഗമില്ല. അന്നേരം അവരോട് പാസ്റ്റർക്ക് പറയാനുള്ളത് എന്താണ്? അവരോട് എനിക്ക് പറയാനുള്ളത്, അവരുടെ ഭാവിയിൽ അവരുടെ മക്കളുടെ വിവാഹം നടക്കേണ്ട സമയം വരുമ്പോൾ അവർ കണ്ണീര് കുടിക്കും. കാരണം ബാബു ചെറിയാനെ ഉണ്ണിക്കുര്യനെ പോലെയുള്ള ഒരു അടിമകളല്ല എങ്കിൽ, അല്ലെങ്കിൽ അവരയക്കുന്ന മന്ദബുദ്ധികളായ പാസ്റ്റർമാരെ അടിമകളല്ല എങ്കിൽ അവരുടെ വിവാഹം നടക്കാനോ അങ്ങനെ ഒരു ഫാമിലി അവർക്ക് കിട്ടിയാൽ അത് ഇവർ കയറി പിടിക്കും. അപ്പൊ ഇവർക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് ഇവരുടെ അടിമകളായെങ്കിൽ മാത്രമേ മക്കളുടെ വിവാഹം നടക്കുകയുള്ളൂ. കൊച്ചുമക്കളാവുമ്പോഴത്തേക്കും ഈ പ്രസ്ഥാനത്തിൽ സെയിം ആളില്ലാതെ വരും. കാരണം ഇവർ ഈ പണത്തെ ഉദ്ദേശിച്ച് നല്ല ഉപദേഷ്ടാക്കന്മാരോ പ്രസംഗകരോ വഴിപെടുത്തോ ഇല്ലാത്തത് കൊണ്ട് പുറത്തുനിന്ന് ആരും വിശ്വാസത്തിൽ കടന്നു വരികയില്ല. ഇത് തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇത് തന്നെ വെറ്റിയൊരു വരുന്നത്. അപ്പൊ അവരുടെ ഭാവി എല്ലാം അപകടമാണ്. അതുകൊണ്ട് യാക്കോബായ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് വന്നവര് അവര് തന്നെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കി, അവരുടെ ആരെങ്കിലും 10 സെന്റ് സ്ഥലം അതിനു വേണ്ടി മുടക്കി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കി അവരവിടെ കൂടുന്നതായിരിക്കും അവർക്ക് നല്ലത്. ഈ പാസ്റ്റർ എന്ന് പറയുന്ന അന്നത്തെ ഭൂലോക കള്ളന്മാരായിരിക്കും ഇവര്. കാരണം സെൻട്രൽ പാസ്റ്റർ കള്ളനാണെങ്കിൽ ഈ സാധാരണക്കാരനാണല്ലോ. അപ്പൊ ഈ കള്ളന്മാരായ പാസ്റ്റർമാരുടെ കീഴിലിരുന്ന് ഈ ചൂടാപാല കവടലപാല പറഞ്ഞത് അന്യഭാഷയാന്ന് പറഞ്ഞിരുന്ന് അവരുടെ ജീവൻ നശിപ്പിക്കുകയും ഭാവിയിൽ അവരുടെ മക്കളുടെ വിവാഹം നടക്കാൻ നേരുന്നവർ കണ്ണീര് കുടിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവരെത്രയും വേഗം യാക്കോബായ കത്തോലിക്ക എന്ന് വന്ന വിശ്വാസികള് ആരെങ്കിലും 10-20 സെന്റ് സ്ഥലം മുടക്കിയിട്ട് അവിടെ ഒരു ഓള് പണിതിട്ട് അവരിൽ തന്നെ ഒരു ഉപദേഷ്ടാവിനെ തിരഞ്ഞെടുക്കുക. അവര് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നല്ല പുസ്തകം നമുക്ക് കിട്ടും. IPCയിലെ സ്ഥാപക നേതാവ് പാസ്റ്റർ KE എബ്രഹാം സാർ എഴുതിയ നല്ല പുസ്തകങ്ങളുണ്ട്. TG ഉമ്മത്തിന് എഴുതിയ നല്ല പുസ്തകങ്ങളുണ്ട്. പാസ്റ്റർ KC ജോൺ എഴുതിയ നല്ല പുസ്തകങ്ങളുണ്ട്. പാസ്റ്റർ KC തോമസ് എഴുതിയ നല്ല പുസ്തകങ്ങളുണ്ട്. K ജോയി എഴുതിയ പുസ്തകങ്ങളുണ്ട്. ബ്രദർ മിഷനിലെ MB തോമസ്, CV ജോർജ് ഇവരെഴുതിയ പുസ്തകമുണ്ട്. KV ജോർജ് എഴുതിയ പുസ്തകമുണ്ട്. YS സാർ എഴുതിയ പുസ്തകമുണ്ട്. ഇവാഞ്ചിക സഭയുടെ തിയോഡർ ഹെർസൽ എന്ന് പറയുന്ന നല്ല ദൈവാസന എഴുതിയ പുസ്തകമുണ്ട്. മാർത്തോമ സഭയിലെ TK ജോർജ് എന്ന് പറയുന്ന സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പൽ ആയിരുന്ന അച്ഛൻ എഴുതിയ പുസ്തകമുണ്ട്. അങ്ങനെ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്ന് മെസ്സേജ് എടുത്ത് ആ യാക്കോബായ കത്തോലിക്കർ മാത്രം കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയാൽ ഭാവിയിൽ അവരുടെ മക്കൾ നല്ല മാന്യമായി ജീവിക്കും. ഇല്ല, ഈ പെന്തക്കോസ്ത് സഭയിൽ നിന്ന് ഈ ചൂടാപാലയം കേട്ടോണ്ടിരുന്ന അവർ ഭാവിയിൽ അവരുടെ മക്കളുടെ ജീവിതം നശിച്ചു പോകും. ആ കുടുംബത്തിന്റെ മാന്യത നഷ്ടപ്പെട്ടു പോകും. അതുപോലെ പാസ്റ്ററുടെ ഓരോ വാക്കുകളിലും പ്രതിഫലിക്കുന്നത് ഈ സെൻട്രൽ പാസ്റ്റർമാരുടെ തട്ടിപ്പുകളാണ്. ഓരോ പേരുകൾ ഉച്ചരിക്കുമ്പോഴും ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇവർ വലിയ തീവിട്ടക്കൊള്ള നടത്തുന്നു, വിശ്വാസ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു, വഞ്ചിക്കുന്നു. ഈ സെൻട്രൽ പാസ്റ്റർമാരുടെ തട്ടിപ്പുകളെ കുറിച്ചൊന്ന് വിശദമാക്കാമോ? എങ്ങനെയാണ് ഇവർ വിശ്വാസ സമൂഹത്തെ ചൂഷണം ചെയ്യുന്നത്? ഈ സെൻട്രൽ പാസ്റ്റർമാരുടെ കീഴിൽ ഒരു 40-50 സഭകളുണ്ട്. ആ 50 സഭകളില് 10, 15, 5, 6, 10, 20 സഭകളേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരു നല്ല പാസ്റ്റർ ഇവർ കൊടുക്കരുത്. ഈ നല്ല പാസ്റ്റർ കൊടുത്താൽ ആ സെൻട്രൽ പാസ്റ്ററുടെ മോളിൽ കയറിക്കും. അപ്പൊ അല്പം മന്ദബുദ്ധി ഉള്ളവനെയും താഴ്ന്നവനെയും അവിടെ കയറ്റി വിടുകയുള്ളൂ. അപ്പൊ അവൻ ആ കിട്ടുന്നതിലൊരു വിഹിതം കൊണ്ടുപോയി സെൻട്രൽ പാസ്റ്റർമാർക്ക് കൊടുക്കണം. എന്നിട്ട് ഈ സെൻട്രൽ പാസ്റ്റർമാർ പറയുന്നത് ഞാൻ അധ്വാനിച്ച സഭകളുണ്ടാക്കി, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി, ഞാൻ അമേരിക്കയിൽ നിന്ന് പണം വരുത്തി ഉണ്ടാക്കി. അത് അമേരിക്കയിൽ നിന്ന് $1000 വരുത്തിയാലും അവന് $50 പോലും സഭകൾക്ക് കൊടുക്കില്ല. 950 പോക്കറ്റ് ഇട്ടാണ് ഇതിന് കഷ്ടപ്പെട്ട് വരുത്തി എന്ന് പറഞ്ഞത്. ഇങ്ങനെ ആ മന്ദബുദ്ധികളെ കൊണ്ട് ലോക്കൽ സഭകൾ ഇങ്ങനെ നിറച്ചു വെക്കുക. അപ്പൊ വിവാഹം, കൺവെൻഷൻ, കല്യാണം എല്ലാം ഈ സെൻട്രൽ പാസ്റ്റർമാരെ നടത്താവുള്ളൂ. ഇനി ഒരു വീട്ടുയോഗത്തിന് പോലും വേറെ ഒരു പാസ്റ്ററെ വിളിച്ച് പ്രസംഗിപ്പിക്കാൻ പാടില്ല. പ്രസംഗിപ്പിച്ചാൽ ആ ലോക്കൽ പാസ്റ്ററെ ആ വർഷം സ്ഥലം മാറ്റിയിട്ട് മറ്റു സെൻട്രൽ പാസ്റ്ററോട് ഫോണിൽ വിളിച്ചു പറയും, ഇവരെ സൂക്ഷിച്ചോളോട്ടോ, ഇവരെ എടുക്കരുത് കേട്ടോ. അപ്പൊ ആ പാസ്റ്റർക്ക് സഭയില്ലാതെ വരും. അതിലെല്ലാം വിട്ടിറങ്ങി വന്നിട്ട് ജീവിക്കാനുള്ള ഏക മാർഗമാണ് ഈ സഭ. അപ്പൊ ഈ സെൻട്രൽ പാസ്റ്റർക്ക് കീഴ്പ്പെട്ട് നിന്നില്ലെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ കീഴ്പ്പെട്ട് നിൽക്കുന്നവനും മന്ദബുദ്ധിയായവനെ ലോക്കൽ സഭകളിൽ നിർത്തുള്ളൂ. അതനുസരിച്ച് ലോക്കൽ സഭകളും മന്ദതയിലായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പെന്തക്കോസ്ത് സഭകൾ ഇന്ന് ക്രിസ്തീയ സഭകളല്ല, ക്രിസ്തുവായിട്ടൊരു ബന്ധവുമില്ല. അതുപോലെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് IPC പ്രസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇവർ വലവീശി പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പിന്നോക്ക സമുദായ അംഗങ്ങളെയാണ്. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ശരിക്കൊരു അടിമകളാക്കി, ഒരു അടിമ വിശ്വാസികളാക്കി ഇവരെ ചൂഷണം ചെയ്യുക, ഇവരെ ഈ വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ ചൂഷണം ചെയ്ത് ഒരു അടിമകളെ പോലെ ഇവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അന്നേരം ഇത്തരം പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ ശരിക്കും ഒരു ആണിക്കല്ലെന്ന് പറയുന്നത് ഇവരുടെ ഒരു പിൻബലം എന്ന് പറയുന്നത് ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും പെന്തക്കോസ്ത് വിഭാഗങ്ങളിലേക്ക് വന്ന ഇവരാണോ? ഇവരെ എങ്ങനെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പാസ്റ്റർ എന്ന് പറയുമ്പോൾ ആ വേഷത്തിലും ഭക്തിയിലും എല്ലാ നിലയിലും എന്തോ ഒരു ദൈവദൂതനാണെന്ന് അവരെ കാണുക.
എന്നിട്ട് ഇവർ പറയുന്ന എല്ലാ നുണയും നേരാണെന്ന് അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക. അങ്ങനെ കൂട്ടി അവരെ കൊണ്ടുവന്നിട്ട് അവരുടെ ഫോട്ടോ എടുത്തും അവരെ കാണിച്ചും അവരുടെ പേര് പറഞ്ഞുമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം തട്ടുന്നത്. ഈ പണം ഇവന്റെ പോക്കറ്റിൽ ഇരിക്കുകയല്ലാതെ ആ പാവങ്ങൾക്കൊന്നും കൊടുക്കുകയില്ല. അതുങ്ങൾ വെറുതെ ഈ കഷ്ടപ്പെട്ട് പണി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഓഹരി ഇങ്ങനെ പാസൊക്കെ കൊണ്ട് കൊടുക്കുന്നത്. അപ്പൊ അതുങ്ങൾ ഇങ്ങനെ ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഉണ്ടാവുകയില്ല. കാരണം വിദേശത്ത് നിന്ന് ഏതെങ്കിലും സായിപ്പ് ആരെങ്കിലും വന്നെങ്കിൽ 10 പേര് കാണണമെങ്കിൽ ഈ പാവങ്ങൾ വേണം. ഇവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ വിശ്വാസികളായിട്ട് സായിപ്പിന് അറിയാവും ഇത് എങ്ങനെയാണെന്നുള്ള വിവരം. അങ്ങനെ സായിപ്പിന്റെയും വിദേശമുള്ളവരെയും പണം വാങ്ങുവാനും ഇവന് പണം ഉണ്ടാക്കുവാനും വേണ്ടിയാണ് ഈ പാവങ്ങളെ കൂട്ടി വരുത്തി ഈ ശുദ്ധ നുണയും നടക്കാത്ത അത്ഭുതം പറഞ്ഞ് അതുങ്ങളെ വിശ്വസിപ്പിക്കുകയും അതുങ്ങളത് പറഞ്ഞുകൊണ്ട് നടക്കും. അവരെ കൊണ്ട് ഇവർ ലാഭം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവര് തമ്മിലൊരു വകതിരിവുണ്ടോ? അതായത് ഈ ഒരു സുറിയാനി ക്രിസ്ത്യാനികളെന്നും അല്ലെങ്കിൽ അത്തരം പൗരോഹിത്യ സഭകളിൽ നിന്നും വന്നവരെന്നും ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇതിനകത്തുണ്ട്. ഇവര് തമ്മിലൊരു വേർതിരിവുണ്ടോ? തമ്മിലൊരു വിവാഹ ബന്ധമൊക്കെ ഇവര് എന്റർടൈൻ ചെയ്യുമോ? അത് പ്രസംഗത്തിൽ ഇല്ല, പ്രവൃത്തിയിലുണ്ട്. പ്രസംഗത്തിൽ ഞങ്ങളെല്ലാവരും ഒന്ന്. അപ്പൊ ജീവിത പ്രവൃത്തിയിൽ വരുമ്പോ ആ പാവങ്ങളെ മാറ്റി നിർത്തും. അവരായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അന്നേരം അത്തരത്തിലൊരു നല്ല വേർകൃത്യം ഉണ്ടാവില്ല ഉണ്ട്. അതുപോലെ ശരിക്ക് ഈ വിശ്വാസ സമൂഹത്തെ, അതായത് ഇത്രയും ഈ 21ാം നൂറ്റാണ്ടിലും ഇത്രയും വിദ്യാസമ്പന്നരെന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഈ വചനക്കൊള്ളക്കാരന്മാരുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ട് ഇവരെ വിശ്വസിക്കുന്ന ഏറ്റവും ബുദ്ധിഹീനർ എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ഈ ഒരു പെന്തക്കോസ്ത് സമൂഹം. അതായത് ക്രിസ്തുവിനെ ഇവർ പ്രസംഗിക്കുന്നില്ല. ക്രിസ്തുവിനെയോ ദൈവരാജ്യം ഇവർ പ്രസംഗിക്കുന്നില്ല. പൗലോസ് പറഞ്ഞു ഞാൻ ദൈവരാജ്യം പ്രസംഗിച്ചു. യോഹന്നാൻ പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക. എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പബ്ലിക്കിൽ നിന്നും എല്ലാ ബുധനാഴ്ചയും ഞാൻ പബ്ലിക് മീറ്റിംഗ് നടത്തും, പരസ്യയോഗം. എൻ്റെ വിഷയം തിരുവെഴുത്തുകൾ പ്രകാരം ലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തു. ജനിക്കുന്നതിന് മുമ്പ് ജീവചരിത്രം എഴുതി, ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ ജനിക്കുന്നതിന് മുമ്പ് ജാതകം എഴുതി ഭൂമിയിലേക്ക് വന്ന യേശു ക്രിസ്തു. അങ്ങനെ ദൈവരാജ്യ നന്മകൾ, ഇപ്പോൾ നന്മകളെ അതാ ഞാൻ പ്രസംഗിക്കുന്നത്. അത് ഇവരാരും പ്രസംഗിക്കില്ല. ഇപ്പോൾ കിട്ടും, കിട്ടും, അമേരിക്ക സൗഖ്യമായിരുന്നു, ഒരു രോഗി പോലും സൗഖ്യമാകുകയില്ല, ഒരു രോഗി പോലും. എന്നിട്ട് ഇതുപോലെ നുണ പറയുന്ന ഒരു വർഗം ഭൂമിയിലില്ല. പെന്തക്കോസ്തുകാർ പാസ്റ്റർമാർ പറയുന്ന ഒരു നേരെങ്കിലും പറയണോ ഈ നുണ പറയുകയും ഈ പാവങ്ങളിതെല്ലാം വിശ്വസിക്കുകയും അത് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ യേശു ക്രിസ്തുവിന് ഒരു അപമാനമാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനം. ഞാൻ പറഞ്ഞത് ഈ എല്ലാമല്ല, ഇന്നും IPCയുടെ ആരംഭ സഭകളുണ്ട്, നല്ല സഭകളുണ്ട്. പക്ഷെ ആരംഭ സഭകളിലേക്ക് നല്ല പാസ്റ്റർമാരെ അയക്കൂല, കൈക്കൂലി കൊടുക്കുന്ന പാസ്റ്റർമാരെ അയക്കുള്ളൂ. മിടുക്കന്മാർ പാസ്റ്റർമാരെന്ന് IPCയിലുണ്ടെങ്കിൽ അവർ സഭയില്ലാതെ എവിടെയെങ്കിലും തിങ്ങി നിൽക്കുക. അപ്പൊ മിടുക്കന്മാരെ ആരും സഭയ്ക്ക് കൊടുത്താൽ കൈക്കൂലി കിട്ടൂല. നേതാക്കന്മാർക്ക് കൈക്കൂലി കിട്ടിയെങ്കിലും മിടുക്കന്മാരെ അയക്കുള്ളൂ. അപ്പൊ ഈ ഒന്നിനും കൊള്ളൂല്ലാത്തതിനെ കൈക്കൂലി മേടിച്ച് ഇവനും വലിയ വലിയ സഭകളിൽ പോയിരുന്നു ചൂടാവാനും കൊള്ളവാനും പറയാം. കഴിഞ്ഞ ദിവസം എന്നോട് എറണാകുളത്തൊരു സഹോദരൻ പറഞ്ഞു, ഞാനിപ്പോ സമാജത്തിന് പോകണില്ല ഭാഷ. വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയോ? വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടല്ല ഭാഷ, എന്തെങ്കിലും കേൾക്കാൻ വേണ്ടേ ഞായറാഴ്ച ചെന്നിരുന്ന. കാരണം കഴിവുള്ള ഒരാളെ എറണാകുളം സഭയിലേക്ക് അയക്കുകയില്ല, കഴിവുള്ള ഒരാളെ മറ്റു സഭകളിലേക്ക് അയക്കുകയില്ല. അയച്ചാൽ അവരെ ഇവർക്ക് കീഴ്പ്പെടുകയില്ല, ഈ വരുമാനം കിട്ടുകയില്ല. അപ്പൊ നേതാക്കന്മാർക്ക് ആദായവും കൈക്കൂലിയും കിട്ടുന്നവരെ സഭകളിലേക്ക് വിടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വാ വിളിക്കാനോ പറയാൻ അറിയാൻ പാടില്ല. അതാണ് അവസ്ഥ. അതുപോലെ ഈ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തുന്ന, രോഗസൗഖ്യം കൊടുക്കുന്ന, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പാസ്റ്റർമാർ, ഇവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ ഇവർ ആശുപത്രിയിൽ പോകുമോ? ഇവരെങ്ങനെയാണ് അത്തരം സാഹചര്യങ്ങളെ നേരിടുന്നത്? പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്? ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. പെരുമ്പാവൂർ സെൻട്രൽ പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ KN ജോസഫ്, അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്ന കാലൻ ഔസേപ്പ് എന്നാണ്. അത് ചീത്ത കൊണ്ടല്ല, കാലിന് പൊക്കം കൂടുതലായതുകൊണ്ടാണ് വിളിക്കേട്ടോ. അപ്പൊ ഈ കാലൻ ഔസേപ്പ് ആകുന്ന പാസ്റ്റർ സെൻട്രൽ പാസ്റ്റർ KN ജോസഫ് ഞാൻ കൂടെ ഒരു കോട്ടയത്ത് ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോയി. ഈ കാലൻ ഔസേപ്പിന് അഥവാ KN ജോസഫിന് ഈ മൂക്കിൽ കൂടി ആ സ്പ്രേ ചെയ്യണം, എങ്ങനെ ഇയാൾക്ക് ശ്വാസം കിട്ടുള്ളൂ. ആസ്തമ രോഗിയാണ്. അപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാട്ട് പാടിയച്ച് ഇയാൾ അകത്തി എന്ന് സ്പ്രേ ചെയ്ത് ശ്വാസം കെട്ടിയാണ് വീണ്ടും വന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മളൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ ഒരു 3 പ്രാവശ്യം ഇയാൾ അകത്ത് പോയി സ്പ്രേ ചെയ്യും. ആ പുള്ളി അന്ന് രോഗശാന്തിക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുക. എനിക്കാണ് ഈ ചിരി വന്നിട്ട് പാടണം, എനിക്ക് ചിരി പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ പുള്ളി എന്നെ കണ്ണൂരിട്ട് കാണിക്കുക, ചിരിക്കാതിരിക്കണം, മിണ്ടാണ്ടിരിക്കണം. എങ്ങനെ ഈ അകത്ത് എന്ന് ഇവൻ ഈ സ്പ്രേ ചെയ്തിട്ടാണ് ഇവൻ ഈ രോഗി കഴിച്ചു വാങ്ങുന്നത്. അപ്പൊ ഞാൻ തിരിച്ചു പോകുന്നപ്പോ ചോദിച്ചു, എന്റെ അച്ഛൻ ഇത് എന്തൊരു തട്ടിപ്പാന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഇതൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മുഴുവൻ തട്ടിപ്പ്, അതിനകത്ത് ഒരു നീരുവീഴ്ച പനി പോലും മാറുന്നില്ല. അതുപോലെ നമുക്ക് ഈ ഒരു കൂട്ടത്തെ
ഈ ഒരു സമൂഹത്തെ നമുക്കൊരു പെന്തക്കോസ്ത് വിഭാഗത്തെ ഒരു ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ സാധിക്കും? അയ്യോ, അതൊക്കെ ക്രിസ്ത്യാനികളല്ല. ഇപ്പൊ ആ അനീഷ് കാവാലം ക്രിസ്ത്യാനി അവിടെ എങ്ങനെയാ? ഈ ബാബു ചെറിയാൻ ക്രിസ്ത്യാനി അവിടെ എങ്ങനെയാ? ഈ സണ്ണി കുര്യൻ IPCയിലെ 1000-ഓളം വരുന്ന പ്രതിപക്ഷന്മാരും ഭാഷന്മാരും മുറിക്കകത്ത് പൊട്ടിട്ട് ഒരേ ശബ്ദത്തിൽ പറയാണ് സണ്ണി കുര്യ പെരുങ്കള്ള. അവരെ ക്രിസ്ത്യാനിയാണ് എങ്ങനെയാ? 42 കൊല്ലം മുമ്പ് എറണാകുളം സെന്ററിൽ ഞാനും സണ്ണി കുര്യനും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാലത്ത് ഞാൻ നമ്മുടെ ഒരു പാസ്റ്ററോട് പറഞ്ഞു, സണ്ണി കുര്യൻ നോക്കിയിട്ട് ഇവൻ ഒരു കള്ളനാന്ന് പറഞ്ഞു. അപ്പൊ ആ പാസ്റ്റർ ചെന്നിട്ട് സെൻട്രൽ പാസ്റ്ററോട് പറഞ്ഞു, സണ്ണി കുര്യനെ തോമസ് പാസ്റ്റർ കള്ളാന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. അതിനുവേണ്ടി പ്രസ്പെക്ട് വിളിച്ചു കൂട്ടിയിട്ട് കർത്താവിന്റെ വെരിയേറിയദാസനെ കള്ളായെന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചു. ഇറങ്ങിപ്പോന്നപ്പോ ഞാൻ പറഞ്ഞു, എന്നാ പറഞ്ഞാലും സണ്ണി കുര്യൻ കള്ളനാണ്. 42 വർഷം കഴിയുമ്പോ കുമ്പനാട് അവനെ മുറി പൂട്ടിട്ടിട്ട് 1000-ഓളം വരുന്ന പെന്തക്കോസ്തുകാർ IPCക്കാർ പെരുങ്കള്ളാന്ന് വിളിക്കുന്നത് കേൾക്കാനിടയായി. അപ്പൊ ഇവരൊക്കെ എങ്ങനെ ക്രിസ്ത്യാനിയാവണെ? എങ്ങനെ? ഇവന് ക്രിസ്തു പറഞ്ഞു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, ഭൂമി സമ്പത്ത് ഉണ്ടാക്കുന്നത് സ്വർഗത്തിൽ കിട്ടുക, നാളെ കൊണ്ട് നീ ഭാരപ്പെടണ്ട, അന്നൊന്നും തൊള്ളണം മതി എന്നാ യേശു പറഞ്ഞത്. അപ്പൊ യേശു പറഞ്ഞൊരു വചനം അനുസരിച്ച് നമുക്ക് ഒരിക്കലും ഭൂമി സമ്പത്ത് കൂട്ടാൻ ഒരു ന്യായവും വേദോസത്തിൽ കിടപ്പില്ല. അതിലെ സമ്പന്നന്മാരെ പ്രോത്സാഹിപ്പിച്ച ഒരു രീതിയും കാണുന്നില്ല. പഴയകാലത്ത് അപ്രാവിനൊക്കെ പ്രോത്സാഹിപ്പിച്ചല്ലാതെ പിന്നീട് കാണുന്നില്ല. അവിടെ പൗലോസ്ലിഹായും യേശു എല്ലാവരും പറഞ്ഞു ഈ ലോകത്തിലെ ധനവാന്മാർക്ക് എതിരാണ് അവർ. അപ്പൊ ഇവര് ധനത്തിന് വേണ്ടി ഇങ്ങനെ കോടികൾ ഇങ്ങനെ കൂട്ടി ഇവരിങ്ങനെ കാറെ കയറി ഇങ്ങനെ സുഖമായിട്ട് നടക്കുമ്പോ ഇത് ക്രിസ്ത്യാനി ആവണ എങ്ങനെയാ? ക്രിസ്തുവിന്റെ പതിന് അനുസരിക്കാതെ ക്രിസ്ത്യാനിയല്ലല്ലോ. അപ്പൊ പെന്തക്കോസ്ത് സമൂഹം ആ പാസ്റ്റർമാരിൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളല്ല. അതുപോലെ സഭയിലെ ഇത്തരത്തിലുള്ള സെൻട്രൽ പാസ്റ്റർമാരുടെ തരികടകളും തട്ടിപ്പുകളും എല്ലാം തുറന്നു കാണിച്ച പാസ്റ്റർ KB തോമസിനെ IPC സഭയിൽ നിന്നും പുറത്താക്കി എന്ന തരത്തിലുള്ള പല കിംവദന്തികളും കേൾക്കുകയുണ്ടായി. അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? IPC സഭയിലെ ബൈബിൾ സ്കൂൾ സർട്ടിഫിക്കറ്റ്, കോർഡിനേഷൻ സർട്ടിഫിക്കറ്റ്, നിയമന ഓർഡറെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ IPC ഇങ്ങോട്ട് വാങ്ങാൻ അങ്ങോട്ട് കൊടുത്ത രസീത് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്നെ പറ്റി എന്തെങ്കിലും നടപടി സ്വീകരിക്കണം IPC കൗൺസിൽ കൂടി തീരുമാനിച്ച് പെർസ്പെക്റ്റീവ് മുഖാന്തരം എന്നെ അറിയിക്കണം. അഥവാ എൻ്റെ പേരിൽ ഏതെങ്കിലും നടപടി ഇടുന്നുണ്ടെങ്കിൽ ഇന്ത്യ പെന്തക്കോസ്തിന്റെ കേരള സ്റ്റേറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും ഒപ്പിട്ട ആ കടലാസ് എൻ്റെ കയ്യിൽ കിട്ടണം. ഇന്ന് വരെ എന്നെ വിളിക്കുകയോ എൻ്റെ പേരിൽ ഒരു നടപടി എടുത്തതായിട്ട് രേഖകളില്ല. പിന്നെ ചാലരുകാലം ആരെങ്കിലും നമുക്ക് പറയാൻ പാടില്ലേ? പറയുന്നുണ്ട്. അതിനകത്ത് തരം യാതൊരു വാസ്തവുമില്ല. ഇതുവരെ യാതൊരു വാസ്തവം ഈ സമയം വരെ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ലെറ്ററോ യാതൊന്നും കിട്ടിയിട്ടില്ല. ഇനിയും IPC സഭാ നേതൃത്വത്തെയും ഇതിനകത്തുള്ള സെൻട്രൽ പാസ്റ്ററുടെ തട്ടിപ്പുകളും ഒക്കെ അങ്ങ് അനാവരണം ചെയ്തു, വിശദമായി വിവരിക്കുകയും ചെയ്തു. ഇനിയും തുടർന്നുള്ള ഒരു പദ്ധതികൾ എന്താണ്? ഈ സമൂഹത്തിൽ തന്നെ പ്രാർത്ഥനയുമായി തുടരുമോ? എന്താണ് നമ്മുടെ തുടർന്ന് നടപടികൾ? തുടർന്നുള്ള ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫാമിലി ആയിട്ടുള്ള നിൽക്കില്ലേ? അതൊക്കെ ഈ നമ്മൾ യാക്കോവ സഭ വിട്ട് ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വരുമ്പോൾ എൻ്റെ പിള്ളേരെല്ലാം കൊച്ചു പിള്ളേരാണ്. ഇന്ന് പിള്ളേർ പ്രാപ്തന്മാരാണ്, പാസ്റ്റർമാരാണ്, അവർ സഭയായിട്ട് ലയിച്ചു ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പൊ അതനുസരിച്ച് ഒരു സാവകാശമായ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഉടനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഏതായാലും പെന്തക്കോസ്ത് ഇതിനേക്കാൾ കൂടുതൽ അതപ്പതിച്ചോണ്ടേ ഇരിക്കുകയുള്ളൂ, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയില്ല എന്നുള്ള കാര്യം സത്യമാണ്. അപ്പൊ ആ നിലയിൽ ഒരു തീരുമാനം കൃത്യമായി ഇപ്പൊ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു എന്താണ് തുടർ നടപടികൾ എന്നൊന്നും ഇപ്പം പറയാൻ നമുക്ക് പറയാനാക്കുന്നില്ല. ഏതായാലും പെന്തക്കോസ്ത് ജീവിതത്തോട് അനുകൂലമായ ഒരു നിലപാടല്ല. അല്ല. ഇപ്പോൾ 42 കൊല്ലം IPC പ്രസ്ഥാനത്തിലെത്തി ആ പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിച്ച് ഇതിനകത്തുള്ള വളരെയേറെ പ്രതീക്ഷകളുമായി വന്ന പാസ്റ്റർ KB തോമസ് ആയിരുന്നു നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത്. കഴിഞ്ഞ 4 എപ്പിസോഡുകളിലൂടെ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിൽ നടക്കുന്ന, ഇതിനെ സഭ എന്ന് വിളിക്കാൻ സാധിക്കത്തില്ല, IPC ഒരു സംഘടന, ആ സംഘടനയിൽ നടത്തുന്ന ഏതാനും അതിന്റെ നടത്തിപ്പുകാർ, അതിന്റെ സെൻട്രൽ പാസ്റ്റർമാർ എന്ന് പറയുന്ന പലതരങ്ങളിലുള്ള ആളുകൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തി വിശ്വാസി സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. അതിന് വളരെയേറെ പഴി പാസ്റ്റർ KB തോമസിന് കേൾക്കേണ്ടി വന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിന് 42 വർഷം എടുത്തു ഇത് മനസ്സിലാക്കുവാൻ. സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകാത്തത് കൊണ്ടും മറ്റ് പദവികൾ ലഭിക്കാത്തത് കൊണ്ടുമാണ് ഇപ്പോൾ സഭയ്ക്കെതിരെ ഇപ്രകാരം ഒരു ചെളിവാരി അദ്ദേഹം എറിയുന്നത് എന്നുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ പാസ്റ്റർ KB തോമസിനെ തന്നെ നമ്മൾ ഇന്ന് സ്റ്റുഡിയോയിൽ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം വരികയും അതിന്റെ വിശദീകരണം നൽകുകയും ചെയ്തു. അതിൽ നിന്നും അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയുണ്ടായി, കഴിഞ്ഞ 42 വർഷത്തെ ജീവിതത്തിനിടയ്ക്ക് ഈ സഭയിൽ നിന്നും ഈ പദവി കൊണ്ട് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. ഉള്ള സമ്പത്ത്
പൈതൃകമായി ലഭിച്ച അദ്ദേഹം ഉണ്ടാക്കിയ സ്വത്തുക്കൾ വിറ്റ് സുവിശേഷ പ്രവർത്തനം നടത്തി എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ആ നിലപാടുകളിലെല്ലാം അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം ശക്തമായി പറയുന്നു ഈ സെൻട്രൽ പാസ്റ്റർമാരുടെ തട്ടിപ്പ് നടത്തുന്നു. IPC എന്ന പ്രസ്ഥാനം ആരംഭ കാലഘട്ടത്തിൽ നിന്ന് വളരെയേറെ മാറിപ്പോയിരിക്കുന്നു. ഒരു പ്രതീക്ഷയ്ക്ക് പോലും വകയില്ലാത്ത രീതിയിലേക്ക് പ്രസ്ഥാനം മാറിപ്പോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം മറ്റൊരു സഭയിലേക്കും പോയിട്ടില്ല. ഈ വിശ്വാസത്തിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. KV തോമസ് പാസ്റ്റർക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ 4-5 എപ്പിസോഡുകളായി ഈ പ്രസ്ഥാനത്തിൽ അദ്ദേഹം അനുഭവിച്ച സത്യങ്ങൾ പൊതുജന സമക്ഷം അദ്ദേഹം വിവരിക്കുകയും ഒരു ശുദ്ധീകരണത്തിന് ഇതിനെ ഒരു നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല, ഈ പ്രസ്ഥാനത്തെ ശുദ്ധീകരിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി ഇതിനകത്തുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കുകയും ഇതിനുള്ളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്ത പാസ്റ്റർ KV തോമസിനോടുള്ള എല്ലാ നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.